സ്കൂൾ സമയമാറ്റത്തിൽ നിലവിൽ തീരുമാനിച്ച സമയക്രമവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഏത് സാഹചര്യത്തിലാണ് തീരുമാനമെടുത്തതെന്ന് മതസംഘടനകളും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ വിശദീകരിച്ചു. ഭൂരിപക്ഷം പേരും സർക്കാർ തീരുമാനം അംഗീകരിച്ചെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ 15 മിനിറ്റ് നേരത്തെയും വൈകുന്നേരം 15 മിനിറ്റ് അധികവുമാക്കിയാണ് നിലവിലെ സമയക്രമീകരണം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സമയക്രമീകരണം നടപ്പാക്കിയത്. വിഷയത്തിൽ 5 അംഗ വിദഗ്ധ സമിതിയും പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പിന്നാലെയാണ് സമയക്രമീകരണവുമായി സർക്കാർ മുന്നോട്ടു പോയതെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധങ്ങളും പരാതികളുമായി മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ യോഗം വിളിച്ചിരുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു. അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് വിശദീകരിച്ചു. അതിനുശേഷം എല്ലാവരും അഭിപ്രായം പറഞ്ഞു. മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു അവർ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. സമയക്രമീകരണത്തിൽ ഉയർന്ന പ്രതിഷേധത്തിന്റെയും പരാതിയുടെയും പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച വിളിച്ചു ചേർത്തത്. ചർച്ചയിൽ നിലവിലെ സമയമാറ്റം സംബന്ധിച്ച തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യം വിവിധ സംഘടനകളെയും മാനേജ്മെന്റിനെയും മന്ത്രി ബോധ്യപ്പെടുത്തി. ചർച്ചയിൽ തൃപ്തരെന്ന് സംഘടനാ നേതാക്കൾ പ്രതികരിച്ചു. ഈ പ്രാവശ്യം അത് ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ കൊല്ലം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് നിങ്ങൾ സാവകാശം തരണമെന്നും അടുത്ത വർഷം അതിന് നമുക്കെന്താക്കാം മാറ്റവും പരിഹാരമൊക്കെ ഉണ്ടാക്കാന്നുള്ള ഉറപ്പ് മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നമ്മൾ ഇറങ്ങിയതാണ്. അതേസമയം അടുത്ത വർഷവും ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യമനുസരിച്ച് ചർച്ച ചെയ്യാനും വകുപ്പ് സന്നദ്ധമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.